എലോഹിം ഗ്ലോബൽ കൺവെൻഷൻ സെന്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. വർഷിപ്പ് സെന്ററിലേക്ക് എത്തിയിരിക്കുകയാണ് ബിനു വാഴമുട്ടം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബിനു വാഴമുട്ടം ഒളിവിലാണ് എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഫേസ്ബുക്കിലൂടെ ഒരു വീഡിയോ ചെയ്തതിന് ശേഷമാണ്, നിയമപരമായ കാര്യങ്ങൾ ആ നിലയ്ക്ക് പുരോഗമിക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ബിനു വാഴമുട്ടം ഇപ്പോൾ എലോഹിം വർഷിപ്പ് സെന്ററിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ മർദ്ദനമുണ്ടായിരിക്കുന്നു. രാവിലെ ആരാധനയ്ക്ക് വന്നിരിക്കുന്ന ആളുകൾക്ക് നേരെ മർദ്ദനമുണ്ടായിരിക്കുന്നു. അതിന് പിന്നിൽ BJP ആണ്. BJP ഭരിക്കുന്ന പഞ്ചായത്താണ്. അവർക്ക് അവിടെ ആരാധന നടക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ കേരളത്തിലുള്ള 10-40 ലക്ഷത്തോളം വരുന്ന പെന്തക്കോസ്ത വിശ്വാസികൾ അതിനെതിരെ വലിയ പ്രതിഷേധത്തിലേക്ക് പോകും എന്നൊക്കെയാണ് ബിനു വാഴമുട്ടവും അനുയായികളും വ്യക്തമാക്കുന്നത്. ഇപ്പോൾ പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രവീൺ, ബിനു വാഴമുട്ടം അവിടേക്ക് എത്തിയിരിക്കുന്നു. ബിനു വാഴമുട്ടത്തിനെതിരെ പരാതികളൊക്കെ കഴിഞ്ഞ ദിവസം ഉന്നയിക്കപ്പെട്ടിരുന്നു. മുൻ ജീവനക്കാരടക്കം ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിരുന്നു. രാവിലെ ഒരു ഫേസ്ബുക്ക് ലൈവിലൂടെ രംഗത്തെത്തിയതിനു ശേഷം ഇപ്പോൾ നേരിട്ടും എത്തിയിരിക്കുന്നു. മാധു, ഈ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനോട് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇവിടെ പ്രാർത്ഥനയ്ക്കായി എത്തിയ കുട്ടികൾ എങ്ങനെ ഈ സ്നേഹത്തണൽ എന്ന വൃദ്ധസദനത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി ഈ പാസ്റ്റർ ബിനു വാഴമുട്ടം നൽകിയിട്ടില്ല. അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്, പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്, അതുകൊണ്ട് കാര്യത്തിൽ മറുപടി പറയില്ല എന്ന് ന്യായം പറഞ്ഞുകൊണ്ട് ഒഴിയുകയാണ് ഇപ്പോൾ പാസ്റ്റർ ബിനു വാഴമുട്ടം ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും രണ്ട് സ്ഥാപനങ്ങളാണെന്ന ന്യായം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന കുട്ടികൾ, അതായത് ഇപ്പോൾ ഈ ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ ഗ്ലോബൽ എന്ന ഈ ഒരു പ്രാർത്ഥനാലയത്തിലേക്ക്, എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്റർ എന്ന പ്രാർത്ഥനാലയത്തിലേക്ക് കുട്ടികൾ എത്തുകയും അവരെ ഈ വൃദ്ധസദനത്തിലേക്ക് മാറ്റുകയും ചെയ്ത കാര്യം സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ഇത് രണ്ടും രണ്ട് സ്ഥാപനമല്ലേ എന്ന മുടന്തൻ ന്യായമാണ് ഇപ്പോൾ പാസ്റ്റർ ബിനു വാഴമുട്ടം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ബാക്കിയുള്ള കാര്യങ്ങൾ രാവിലെ സംഘർഷഭരിതമായ സാഹചര്യമായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളും അതിനൊപ്പം അവിടെ വർഷിപ്പിന് വേണ്ടി എത്തിയ ആളുകളും മുഖാമുഖം നിൽക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ആരാധന നടത്താനുള്ള നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയതോടുകൂടിയാണ് കാര്യങ്ങൾ സമാധാനപരമായത്. ഇപ്പോൾ ബിനു വാഴമുട്ടം കൂടി അവിടേക്ക് എത്തി.